മലയാളികൾക്കേറെ സുപരിചിതനാണ് ബാല. അദ്ദേഹത്തിന്റെ ഭാര്യ എലിസബത്ത് ഉദയനും ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണ്. ഗായിക അമൃത സുരേഷുമായുള്ള ബന്ധം വേർപ്പെടുത്തി 10 വർഷത്തോളം കഴിഞ്ഞാണ് ബാല എലിസബത്തിനെ വിവാഹം കഴിക്കുന്നത്. ഇവരുടെ വിശേഷങ്ങൾ എപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട്. ബാലയ്ക്കൊപ്പം കുടുംബജീവിതം ആരംഭിച്ച ശേഷം എലിസബത്ത് ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരുന്നു. അതുവഴി എലിസബത്ത് വിശേഷങ്ങൾ പങ്കിടാറുമുണ്ട്. മാത്രമല്ല, കുറച്ചു നാളുകൾക്ക് മുൻപ് വരെ ബാലയും എലിസബത്തും ഒരുമിച്ചുള്ള വീഡിയോകളും ഫോട്ടോകളും ഒക്കെ ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊന്നും കാണാറില്ല. വിവാഹ വാർഷികത്തിന് പോലും ബാല ഇവരുടെ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നില്ല. എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വളരെ സജീവമാണ്. കുറച്ചു നാളായി എലിസബത്ത് മാതാപിതാക്കൾക്കൊപ്പമാണ്. ഡോക്ടറായ എലിസബത്ത് ജോലിയുടെ ഭാഗമായി സംസ്ഥാനത്തിന് പുറത്തായിരുന്നു. ഇപ്പോൾ യൂറോപ്പ് യാത്രകളിലാണ് എലിസബത്ത്. കുടുംബവും ഒപ്പമുണ്ട്. യാത്രയിലാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവെക്കാറുണ്ട്. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ സജീവമാണ്. കുറച്ചു നാളുകളായി മാനസികാരോഗ്യത്തിന്റെ ചില വീഡിയോകൾ എലിസബത്ത് ഫേസ്ബുക്കിൽ പങ്കുവെക്കാറുണ്ട്. ഇപ്പോഴിതാ നാർസിസിസ്റ്റ് വ്യക്തിത്വത്തെ പറ്റി എലിസബത്ത് പറയുന്ന വാക്കുകളാണ് വൈറലായി മാറുന്നത്. പല ഭാഗങ്ങളിലായി ഇതേപറ്റിയുള്ള വീഡിയോകളാണ് എലിസബത്ത് പങ്കുവെക്കുന്നത്. അത്തരം വ്യക്തിത്വമുള്ള പങ്കാളികളെ കുറിച്ചാണ് എലിസബത്ത് പറയുന്നത്. അതേസമയം ഒരുപാട് അർത്ഥങ്ങളുള്ള എന്നാൽ മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള പോസ്റ്റുകളും എലിസബത്ത് പങ്കുവെക്കാറുണ്ട്. അത്തരത്തിലൊരു പോസ്റ്റ് എലിസബത്ത് പങ്കുവച്ചിട്ടുണ്ട്. തുടരണോ വിട്ടുകളയണോ എന്ന് തീരുമാനിക്കാൻ സാധിക്കാത്ത അവസ്ഥ വളരെ മോശമാണെന്നായിരുന്നു പോസ്റ്റിൽ എലിസബത്ത് പറയുന്നത്. നിരവധി പേർ ഈ പോസ്റ്റിന് കമന്റ് ഇട്ടിട്ടുണ്ട്. മുന്നോട്ട് തന്നെ പോകണം, വിട്ടുകളയല്ലേ എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 3ാം വിവാഹ വാർഷികത്തിന് എലിസബത്ത് പങ്കുവച്ച പോസ്റ്റ് ഏറെ ചർച്ചയായിരുന്നു. 2ാം വിവാഹ വാർഷികം ആശുപത്രിയിൽ വെച്ചായിരുന്നു ആഘോഷിച്ചിരുന്നത്. 3ാം വിവാഹ വാർഷികത്തിൽ ബാലയുടെ ഒപ്പം ഡാൻസ് ചെയ്യുന്ന വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ 3ാം വിവാഹ വാർഷികത്തിന് ഇവർ ഒരുമിച്ചായിരുന്നില്ല. പക്ഷേ ആശുപത്രിയിൽ വെച്ച് അന്ന് എടുത്ത വീഡിയോയും മെമ്മറി എലിസബത്ത് പോസ്റ്റ് ചെയ്തിരുന്നു. ഫേസ്ബുക്ക് ഒന്നും മറക്കില്ല എന്ന ക്യാപ്ഷനോടെയാണ് എലിസബത്ത് വീഡിയോ പങ്കുവച്ചത്. ബാല അസുഖമായി ആശുപത്രിയിൽ ഉണ്ടായിരുന്നപ്പോൾ എലിസബത്ത് കൂടെ തന്നെ ഉണ്ടായിരുന്നു. 2ാം വിവാഹ വാർഷികം കേക്ക് മുറിച്ച് വളരെ ലളിതമായാണ് ആഘോഷിച്ചത്. അന്നാണ് 3ാം വിവാഹ വാർഷികത്തിന് രണ്ടുപേരും ഒരുമിച്ച് ഡാൻസ് കളിക്കുമെന്ന് എലിസബത്ത് പറഞ്ഞത്. പിന്നീടും ഇരുവരും ഒരുമിച്ചുള്ള വീഡിയോകൾ പങ്കുവച്ചിരുന്നുവെങ്കിലും പിന്നീട് ഇവ മെല്ലെ കുറഞ്ഞു. അതേസമയം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു എലിസബത്തിന് നന്ദിയുമായി അമൃത എത്തിയത്. വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. അമൃതയുടെ ആരാധികയാണ് എലിസബത്ത്. അമൃതയുടെ പുതിയ ഗാനം എത്ര വട്ടം കേട്ടു എന്ന് എലിസബത്തിനോട് ചോദിച്ചാൽ അത് സംശയമാകും. കാരണം എത്ര വട്ടം കേട്ടു എന്ന് തനിക്ക് തന്നെ അറിയില്ല എന്നാണ് എലിസബത്ത് പറയുന്നത്. വളരെ മനോഹരമായിരിക്കുന്നു എന്നും താൻ എത്ര വട്ടം ഈ ഗാനം കേട്ടു എന്ന് അറിയില്ലെന്നുമാണ് എലിസബത്ത് പറഞ്ഞത്. അതോടെ മറുപടിയുമായി അമൃത എത്തി. ഒരുപാട് നന്ദിടാ എന്നാണ് അമൃത കുറിച്ചത്. പിന്നാലെ എലിസബത്തിന് നന്ദിയുമായി അഭിരാമി സുരേഷും എത്തിയിരുന്നു. ഇതിനും നിരവധി പേരാണ് വിമർശനവുമായി എത്തിയിരുന്നത്.